ദുബായിൽ ഷെയറിംഗ് താമസത്തിന് പുതിയ നിയമം പ്രഖ്യാപിച്ച സർക്കാർ. മുനിസിപ്പാലിറ്റി ലൈസൻസ് ഉൾപ്പെടെ നിർബന്ധമാക്കി. വാടകക്കാരൻ മറ്റൊരാൾക്ക് മുറി വാടകയ്ക്ക് നൽകുന്നതിനും വിലക്കുണ്ട്. യുഎഇയിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രവാസികളും ആശ്രയിക്കുന്നത് ഷെയറിംഗ് റൂമുകളെയാണ്. താരതമ്യേന ചെറിയ തുകയ്ക്ക് താമസിക്കാമെന്നിരിക്കെ പുതിയ നിയമം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് അധികം പേരും. ഫ്ളാറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും താമസ സ്ഥലം പങ്കിടുന്നതിന് വ്യവസ്ഥാപിതമായ നിയമമുണ്ടാക്കുന്നതും ലക്ഷ്യമിട്ടാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം പുതിയ നിയമം പ്രഖ്യാപിച്ചത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ലൈസൻസോ അനുമതിയോ ഇല്ലാതെ ഒരു കെട്ടിടവും താമസത്തിനായി ഷെയർ ചെയ്യാൻ പാടില്ല. ഫ്ളാറ്റ് ഉടമയുടെ മുൻകൂർ അനുമതിയില്ലാതെ വാടകക്കാരൻ റൂം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കരുത്. ഓരോ വർഷവും ലൈസൻസ് പുതുക്കണം. 2 വർഷത്തേക്ക് കെട്ടിട പെർമിറ്റ് എടുക്കാം. ഉടമയ്ക്കോ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിനോ മാത്രമേ മുറി വാടകയ്ക്ക് നൽകാൻ അനുമതിയുള്ളൂ. ഒരു മുറിയിൽ താമസിപ്പിക്കാവുന്ന ആളുകളുടെ എണ്ണത്തിലും നിയന്ത്രണമുണ്ട്. 1 വർഷത്തേക്ക് നിലവിലുള്ള താമസക്കാർക്ക് ഇളവ് ലഭിക്കും. അതിനുശേഷം 500 മുതൽ 5 ലക്ഷം വരെ ദിർഹം പിഴ ഈടാക്കാനാണ് തീരുമാനം. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.